സർവം കൃഷ്ണാർപ്പണമസ്തു. കർക്കിടകവാവ്, ഐതിഹ്യം, ആചാരങ്ങൾ, ചടങ്ങുകൾ എന്നിവ വിശദമായി നോക്കാം. മലയാള മാസമായ കർക്കിടകത്തിലെ അമാവാസി ദിവസമാണ് കർക്കിടകവാവ് എന്നറിയപ്പെടുന്നത്. ഈ ദിവസം പിതൃക്കൾക്ക് അഥവാ മരണപ്പെട്ട പൂർവികർക്ക് ബലി അർപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി ഹിന്ദു വിശ്വാസത്തിൽ കണക്കാക്കപ്പെടുന്നു. കേരളത്തിൽ ഈ ദിവസം ലക്ഷക്കണക്കിന് വിശ്വാസികൾ കടൽ തീരങ്ങളിലും നദീതീരങ്ങളിലും ക്ഷേത്രങ്ങളിലുമായി എത്തി വാവുബലി അഥവാ പിതൃബലി അർപ്പിക്കുന്നു. പൂർവികരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാനും അവരുടെ അനുഗ്രഹം കുടുംബത്തിന് ലഭിക്കാനുമാണ് ഈ ചടങ്ങ് നടത്തുന്നത്. കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് നിരവധി പുരാണ കഥകളും വിശ്വാസങ്ങളും പ്രചാരത്തിലുണ്ട്. കർക്കിടക വാവിൻ്റെ പ്രാധാന്യം വിശദീകരിക്കാൻ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന കഥയാണ് മഹാഭാരതത്തിലെ ദാനവീരനായ കർണന്റെ കഥ. ജീവിച്ചിരുന്ന കാലത്ത് കർണൻ സ്വർണവും വെള്ളിയും ഭൂമിയും ധാരാളമായി ദാനം ചെയ്തിരുന്നു. എന്നാൽ പിതൃക്കൾക്കായി ഒരിക്കലും അന്നമോ ജലമോ ദാനം ചെയ്തിരുന്നില്ല. യുദ്ധത്തിൽ മരിച്ച ശേഷം സ്വർഗത്തിലെത്തിയപ്പോൾ ഭക്ഷണത്തിന് പകരം സ്വർണവും രത്നങ്ങളും മാത്രമാണ് ലഭിച്ചത്. കാരണം അന്വേഷിച്ചപ്പോൾ യമധർമ്മൻ ഇങ്ങനെ പറഞ്ഞു: ജീവിച്ചിരിക്കുമ്പോൾ നീ പൂർവികർക്കായി അന്നമോ ജലമോ നൽകിയിട്ടില്ല. അപ്പോൾ കർണന് ഭൂമിയിൽ തിരിച്ചു വന്ന് പിതൃക്കൾക്കായി അന്നവും ജലവും സമർപ്പിക്കാൻ അവസരം ലഭിച്ചു. ഈ വിശ്വാസമാണ് പിതൃബലിയുടെ മഹത്വം ഉയർത്തിക്കാട്ടുന്ന പ്രധാന കഥയായി കണക്കാക്കപ്പെടുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം മനുഷ്യന് 3 കടങ്ങളുണ്ട്: ദേവഋണം, ഋഷിഋണം, പിതൃഋണം. പിതൃഋണം തീർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് പിതൃബലി. കർക്കിടക വാവിൻ്റെ ദിവസം പൂർവികരുടെ ആത്മാക്കൾ ഭൂമിയിലെത്തി കുടുംബാംഗങ്ങളുടെ സമർപ്പണം സ്വീകരിക്കും എന്നാണ് വിശ്വാസം. ഗരുഡ പുരാണത്തിൽ പിതൃകർമ്മങ്ങളുടെ പ്രാധാന്യം വിശദമായി പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പിതൃക്കൾക്ക് ജലവും എള്ളും സമർപ്പിക്കുന്നത് മഹാപുണ്യമാണ്. പിതൃക്കൾ തൃപ്തരായാൽ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാവും. പിതൃദോഷങ്ങൾ കുറയുമെന്ന വിശ്വാസവുമുണ്ട്. എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ അമാവാസി പ്രാധാന്യമർഹിക്കുന്നത്? കാരണം കർക്കിടകം ഹിന്ദുക്കൾക്ക് ആത്മീയപരമായ മാസമാണ്. ഈ മാസത്തിൽ രാമായണ പാരായണം, ഭഗവത് ആരാധന, ദാനധർമ്മങ്ങൾ, പിതൃകർമ്മങ്ങൾ എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അമാവാസി പിതൃക്കൾക്ക് ബലി അർപ്പിക്കാനുള്ള ദിനമായി കണക്കാക്കുന്നതിനാൽ കർക്കിടകത്തിലെ അമാവാസിക്ക് പ്രത്യേക മഹത്വം ലഭിച്ചു. ഇനി കർക്കിടക വാവിലെ പ്രധാന ചടങ്ങുകൾ നോക്കാം. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക. കർക്കിടക വാവിലെ പ്രധാന ചടങ്ങുകൾ നോക്കാം. പ്രഭാത സ്നാനം, അതായത് സൂര്യോദയത്തിനു മുമ്പ് കടലിൽ അല്ലെങ്കിൽ നദിയിൽ, കുളത്തിൽ സ്നാനം ചെയ്യുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു. പൂജാരിയുടെ നേതൃത്വത്തിൽ ദർഭ, എള്ള്, അരി, പിണ്ടം, ജലം ഉപയോഗിച്ച് ബലി നൽകുന്നു. ജലത്തിൽ എള്ള് ചേർത്ത് പൂർവികരുടെ പേര് സ്മരിച്ച് മന്ത്രങ്ങളോടെ ജലം സമർപ്പിക്കുന്നു. ചോറും എള്ളും ചേർത്ത പിണ്ടം തയ്യാറാക്കി പൂർവികരുടെ ആത്മാക്കൾക്ക് സമർപ്പിക്കുന്നു. ഈ ദിവസം അന്നദാനം, വസ്ത്രദാനം, ഗോദാനം പ്രതീകാത്മകമാണ്. ദക്ഷിണ എന്നിവ നടത്തുന്നത് പുണ്യകരമാണെന്ന് വിശ്വസിക്കുന്നു. വാവുബലിക്ക് ആവശ്യമായ സാധനങ്ങൾ സാധാരണയായിട്ടുള്ളത് ദർഭ, കരിയെള്ള്, പച്ചരി, വെറ്റില, അടയ്ക്ക, പൂക്കൾ, ചന്ദനം, പഴങ്ങൾ, തേങ്ങ, ദീപ, കർപ്പൂരം, വാഴയില, ജലം എന്നിവയാണ്. ചില ക്ഷേത്രങ്ങളിൽ എല്ലാ സാധനങ്ങളും ഒരുക്കിയിട്ടുണ്ടാകും. ആരൊക്കെയാണ് വാവുബലി നടത്തുന്നത്? അച്ഛനും അമ്മയും മരിച്ചവർ, മുത്തശ്ശൻ മരിച്ചവർ, സഹോദരങ്ങൾ മരിച്ചവർ, അതേപോലെ ഭാര്യ, ഭർത്താവ്, മക്കൾ, കുടുംബാംഗങ്ങൾ എന്നിങ്ങനെ മരണപ്പെട്ട ബന്ധുക്കൾക്കായി വാവുബലി അർപ്പിക്കാം. ചില കുടുംബങ്ങളിൽ ജീവിച്ചിരിക്കുന്ന പിതാവുള്ളവർ പിതൃബലി ചെയ്യാറില്ല എന്ന ആചാരമുണ്ടെങ്കിലും ഇത് പ്രദേശത്തിനും കുടുംബ പാരമ്പര്യത്തിനും അനുസരിച്ച് വ്യത്യസ്തപ്പെടാം. അതിനാൽ കുടുംബാചാരമോ താന്ത്രികരുടെ നിർദ്ദേശമോ അനുസരിക്കുന്നതാണ് ഉചിതം. കേരളത്തിലെ പ്രധാന വാവുബലി കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആലപ്പുഴ ആറാട്ടുപുഴയാണ്. തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം, കോഴിക്കോട് വരക്കൽ കടപ്പുറം, കണ്ണൂർ പയ്യാമ്പലം കടപ്പുറം, കാസർഗോഡ് തൃക്കരിപ്പൂർ തീരം, തൃശ്ശൂർ തിരുവില്ലാമല, പിന്നെ വിവിധ ക്ഷേത്രങ്ങൾ, അതേപോലെ പുണ്യനദീ തീരങ്ങൾ. വാവു ദിവസം പാലിക്കുന്ന ചില ആചാരങ്ങൾ നോക്കാം. സ്വാത്വിക ഭക്ഷണം മാത്രം കഴിക്കുന്നു. മാംസാഹാരം ഒഴിവാക്കുന്നു. മദ്യപാനം ഒഴിവാക്കുന്നു. രാമായണം, വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത എന്നിവ പാരായണം ചെയ്യുന്നു. ക്ഷേത്ര ദർശനം നടത്തുന്നു. അന്നദാനം ചെയ്യുന്നു. ഇവ പ്രദേശത്തിനും കുടുംബ പാരമ്പര്യത്തിനും അനുസരിച്ച് മാറാം. കർക്കിടക വാവ് മരിച്ചവരെ മാത്രം ഓർക്കുന്ന ദിനമല്ല,
ഇത് മാതാപിതാക്കളോടുള്ള നന്ദി, പൂർവികരോടുള്ള കടപ്പാട്, കുടുംബ പരമ്പരയുടെ സ്മരണം, ദാനധർമ്മത്തിൻ്റെ പ്രാധാന്യം, ജീവിതത്തിൻ്റെ നശ്വരതയെ ഓർമ്മപ്പെടുത്തുന്ന ആത്മീയ ദിനം കൂടിയാണ്. കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് പല വിശ്വാസങ്ങളും ഗരുഡപുരാണം, ധർമ്മശാസ്ത്രങ്ങൾ, സ്മൃതികൾ, പ്രാദേശിക ആചാരങ്ങൾ, കേരളത്തിലെ താന്ത്രിക പാരമ്പര്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളവയാണ്. എല്ലാ ഹിന്ദു സമുദായങ്ങളും ഒരേ രീതിയിൽ ഈ ചടങ്ങുകൾ അനുഷ്ഠിക്കണമെന്നില്ല. കുടുംബ പരമ്പര, ക്ഷേത്രാചാരം, ഗുരുവിൻ്റെ അല്ലെങ്കിൽ താന്ത്രികരുടെ നിർദ്ദേശം എന്നിവ അനുസരിച്ചാണ് ചടങ്ങുകൾ നടത്തുന്നത്. പിതൃദേവോ ഭവ എന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ സന്ദേശം ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് കർക്കിടക വാവ്. പൂർവികരെ സ്മരിക്കുകയും നന്ദിയോടെ അനുസ്മരിക്കുകയും ചെയ്യുന്ന ഈ ദിനം കുടുംബ ബന്ധങ്ങളുടെ ആഴവും പാരമ്പര്യത്തിൻ്റെ മഹത്വവും തലമുറകളിലേക്ക് പകർന്നു നൽകുന്നു. കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.